ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം മോർണിംഗ് 6:30 കഴിഞ്ഞു. നമ്മൾ ഒരു ഫിഷിങ്ങിന് വേണ്ടി പോവാണ് ചേറ്റുവ സൈഡിലേക്ക്. തൃശ്ശൂരിൽ ചേറ്റുവ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കുഴപ്പമില്ലാതെ മീനെ കിട്ടാറുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഞാൻ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും അല്ലാതും വീഡിയോൻ്റെ അടിയിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഒരു നല്ല സ്ഥലമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഫിഷിങ്ങിന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറേ പേര് അവിടെ ഫിഷിങ്ങിന് വരാറുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഓക്കെ, കമാൺ. എന്തായാലും നിങ്ങളെല്ലാവരും ചോദിക്കുന്നതിന് മുൻപേ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഈ സൈഡിൽ കണ്ണു നിറപ്പിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളത് എൻ്റെ സ്നേഹനിധിയായ ഭാര്യയാണ്. കാലത്ത് 6 മണിക്ക് തന്നെ വിളിച്ച് 6:30 ഫിഷിങ്ങിന് പോയ എൻ്റെ ഒരു ചെറിയ ദേഷ്യത്തിനാണ്. അത്ര വലിയ സ്നേഹമൊന്നുമില്ല. ബീച്ചിൻ്റെ അവിടേക്ക് നമ്മളിപ്പോൾ കാറിലാണ് വരണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബീച്ചിലേക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം ഈ വഴിയാണ് വരണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിന് മുൻപ് ഒരു ചെറിയ ഒരു ചായക്കടയുണ്ട്, പഴയ ഒരു ചായക്കടയുണ്ട്. അവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. 20 രൂപയാണ് ഒരു ദിവസം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകണം. നല്ല സേഫാണ്. ഞാൻ സാധാരണ അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. പേ ആൻഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വരാം. അപ്പോൾ അവിടെ ചായക്കടയിലത്തെ ചേട്ടൻ ഉണ്ടാവും. അവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് എന്നിട്ട് നേരെ ബീച്ചിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഇവിടെ നമുക്ക് ഇതിൽ കൂടെ നടന്നു പോകണം കുറച്ച് ദൂരം. വേറൊരു റൂട്ടുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ അവിടെ വരേക്ക് നമുക്ക് കാർ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തു. കടൽമുത്ത് ക്യാൻറ്റീൻ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു ചായക്കടയുണ്ട്. നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നേരെ ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ബോട്ടൊക്കെ കിടക്കുന്ന കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് കാണാം. നമ്മൾ സാധാരണ ബീച്ചിലേക്ക് വരുമ്പോൾ പിള്ളേരെയും കൊണ്ടുവരാറുണ്ട്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കടലിൽ വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, കല്ലൊക്കെ ഉള്ളത്. അവിടേക്ക് നേരെ ഡയറക്റ്റായിട്ട് ഈ വേവ്സ് വരില്ല. അവർക്കൊരു ചെറിയൊരു പൂള് പോലെയുണ്ട്. അപ്പോൾ അതിൽ കളിക്കാൻ പറ്റും. അത് കാരണം അവർ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ മോളും അനിയൻ്റെ മോനും പിന്നെ ചേച്ചിയുടെ മോളുമാണ് ഉള്ളത് കൂടെ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഒരു ഫിഷിങ്ങിനാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നിട്ട്. ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. ലൈൻ സെറ്റ് ചെയ്ത് നോർമൽ, നമ്മളൊരു പ്രത്യേക സ്പെഷ്യൽ രീതികളൊന്നുമില്ല. മീൻ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ചേറ്റുവ ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കണമെങ്കിലും ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എൻ്റെ വൈഫ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണേന്നുള്ളത് ഈ ക്യാമറയുടെ ഉള്ളിൽ.
അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗോപ്രോൻ്റെ ബാക്കിൽ ഡിസ്പ്ലേ എന്തോ ഡാമേജ് വന്നിട്ട് അത് വർക്ക് ആവണില്ല. അപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ട്, ആ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നാണ് ഒരാളീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ എൻ്റെ വൈഫ് കഴിഞ്ഞിട്ട് ആരോ ഉള്ളൂ. ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങാന്നും ആന എന്ന് പറഞ്ഞാൽ ചേനാന്നും, അതാണ് പെർഫെക്ഷൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഭർത്താവിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഫ്. നിങ്ങൾക്കും ഇതുപോലൊരു വൈഫ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കാരണം കാലത്ത് കഴിഞ്ഞിട്ട് ഒരു പണിയില്ലാണ്ട് മീൻ പിടിക്കാൻ വരിക, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക, പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുക, അതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെ ക്യാമറ പറയുമ്പോൾ കടലിൻ്റെ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ആകാശത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ മണ്ണിൻ്റെയും വീഡിയോ ഒക്കെ എടുക്കുന്നു മാത്രം. അതൊക്കെ ഒന്ന് സഹിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും തട്ടിയും മുട്ടിയും ജീവിതം അങ്ങ് ഒരു നോർമൽ വേയിൽ അങ്ങോട്ട് കടന്നു പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ ബെൻസ് കാറിൽ പോകണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല, കിട്ടിയ പോവില്ല എന്നല്ല, എന്നാലും. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൂള് പോലൊരു സ്ഥലമുണ്ട്. അവിടെ സേഫാണ്, തിര ഡയറക്റ്റായിട്ട് അടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ സേഫാണ്. പക്ഷേ കൂടുതൽ മഴയും വലിയ തിരകളൊക്കെ വരുമ്പോൾ നമ്മൾ കെയർഫുള്ളായിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ വീഡിയോ റെക്കോർഡിങ് ഇവിടെ നടക്കുന്നതിൻ്റെ കൂടെ ഞാൻ അവിടെ ഏതൊക്കെ ഒരു സൈഡിൽ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും മീൻ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും കാണിക്കാൻ പറ്റിയില്ല. എങ്കിലും നല്ലൊരു ദിവസമായിരുന്നു. ബീച്ച് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഒരു രസമുള്ളൊരു സ്ഥലമാണ്. കാരണം മനസ്സിനൊരു ആശ്വാസമാണ്. പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ എടുത്തു തന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇരിക്കട്ടെ ഒരു വലിയൊരു താങ്ക്സ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും മുഷിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കിട്ടാവുന്നതിൻ്റെ മാക്സിമം അത് അതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഹാപ്പി അല്ലേ, അത്രേ കണ്ടോ. അതുപോലെ ബീച്ച് ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ കമൻറ്റ്, ഷെയർ, ലൈക്ക് ഇതെല്ലാം നമ്മുടെ ചാനലിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്ന് മീനൊന്നും കിട്ടിയില്ല. സാധാരണ ഇന്ന് മാത്രമല്ല, ഇങ്ങനെ പൊതുവെ സംഭവിക്കാറുള്ളത്. മീൻ എല്ലാ ദിവസവും മീൻ കിട്ടണമെന്ന് നിർബന്ധമില്ല, മീൻ കിട്ടാറില്ല. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോവാണ്. പിന്നെ ഒരു ദിവസം വരാം. അപ്പം അത് വരും വരെ, അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണും വരെ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.